വീണ്ടും കോൺഗ്രസിലേക്ക് തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും കോൺഗ്രസിലെ സീറ്റ് തർക്കവുമായി ബന്ധപ്പെട്ട കലഹങ്ങൾ അവസാനിക്കുന്നില്ല. കോഴിക്കോട് DCC ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദ് രാജിവെച്ചു. രാജിക്കത്ത് KPCCക്ക് കൈമാറിയിട്ടുണ്ട്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോൻ ചേരുന്നു. അജി കുഞ്ഞുമോൻ, നിജേഷ് അരവിന്ദിനെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂർ ഉൾപ്പെടെയുള്ള സീറ്റുകളിലേക്ക് പരിഗണിച്ചിരുന്നതാണ്. പക്ഷേ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ നിജേഷ് അരവിന്ദ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ രാജിവെക്കാൻ എന്താണ് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് അജി? ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എലത്തൂർ നിയോജക മണ്ഡലത്തിലായിരുന്നു നിജേഷ് അരവിന്ദിന് സീറ്റ് വാഗ്ദാനം ലഭിച്ചിരുന്നത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ നിജേഷ് അരവിന്ദിന് സീറ്റ് ലഭിച്ചില്ല. പിന്നീട് ബാലുശ്ശേരി മണ്ഡലത്തിന്റെ പ്രചാരണ ചുമതല നൽകാമെന്നുള്ളൊരു വാഗ്ദാനം നൽകി. പക്ഷേ ബാലുശ്ശേരി മണ്ഡലത്തിൽ പോലും കാര്യമായ പ്രചാരണത്തിന്റെ ചുമതലകളൊന്നും തന്നെയും നിജേഷ് അരവിന്ദിനെ തേടിയെത്തിയില്ല. പാർട്ടി നൽകിയില്ല എന്നുള്ള വലിയൊരു തരത്തിലുള്ള അമർഷമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഇതിനെ തുടർന്നാണ് DCC ജനറൽ സെക്രട്ടറി സ്ഥാനം അദ്ദേഹം രാജിവെച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയപ്പോൾ മറ്റു ഒരു പാർട്ടിയിലേക്കും താൻ പോകില്ല, എന്നും കോൺഗ്രസുകാരനായി തന്നെ തുടരുമെന്നുള്ള ഒരു നിലപാടാണ് നിജേഷ് അരവിന്ദ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇന്നലെയാണ് KPCCക്ക് ഈ രാജിക്കത്ത് കൈമാറിയത്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ഒരു MLA കോൺഗ്രസിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഘടകകക്ഷികളിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 13 സീറ്റുകളിൽ 2 സീറ്റും ഘടകകക്ഷികളിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഇത്തവണ വലിയ ആത്മവിശ്വാസത്തോടെ നിരവധി സീറ്റുകൾ, അതായത് 13 സീറ്റ് നേടാമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പല മണ്ഡലങ്ങളിലും ശക്തമായ പോരാട്ടം തന്നെയായിരുന്നു. അതിനിടയിലാണ് പാർട്ടിക്കുള്ളിൽ തന്നെ, പ്രത്യേകിച്ച് DCCക്കുള്ളിൽ തന്നെ DCCയുടെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ഈ നിജേഷ് അരവിന്ദിന്റെ രാജിയിലേക്ക് കാര്യങ്ങളൊക്കെ പോകുന്നത് എന്ന് വേണം എടുത്തു പറയാൻ. ദിലീപ് കുമാർ, കോഴിക്കോട് DCC ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദ് രാജിവെച്ചു. നേരത്തെ പറഞ്ഞതുപോലെ ബേപ്പൂരിലല്ല, എലത്തൂരിലായിരുന്നു നിജേഷ് അരവിന്ദിന്റെ പേര് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉയർന്നു വന്നിരുന്നത്. പക്ഷേ പട്ടിക വന്നപ്പോൾ നിജേഷ് അരവിന്ദ് ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ DCC ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് നിജേഷ് അരവിന്ദ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.